ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ റബ്ബർ കർഷകർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇത് റബ്ബർ ടാപ്പിങ്ങിൻ്റെ സമയത്ത് റബ്ബറിന് അടിക്കുന്ന ചില്ലാണ്. ഇതിൻ്റെ ഈ ഒട്ടുപാൽ അല്ലെങ്കിൽ റബ്ബർ പാൽ ഒട്ടിപ്പിടിച്ചത് എടുക്കാൻ വലിയ പാടാണ്. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇളകിപ്പോരില്ല. നമ്മളിങ്ങനെ പറിച്ചെടുത്തു കഴിഞ്ഞാലും നല്ല ക്ലിയറായിട്ട് ഈ ചില്ല് എടുക്കാൻ നമുക്ക് പറ്റില്ല. ഒരുപാട് നാൾ വെള്ളത്തിലിട്ടതിന് ശേഷം കുതിർന്നതിന് ശേഷമൊക്കെ എടുത്തു കഴിഞ്ഞാലും നല്ല ക്ലിയറായിട്ട് കിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചെറുതായി ഒട്ടിപ്പിടിച്ചിട്ട് ഉണ്ടാകും. ഇതെങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തീ കത്തിയതിന് ശേഷം ഇതുപോലെ ഒരു ഗ്രില്ല് നമ്മളടുത്ത് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഈ ചില്ലൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതുപോലെ ചെയ്താൽ ഈ റബ്ബർ ചില്ലിന് ഒട്ടിപ്പിടിച്ച റബ്ബറൊക്കെ കത്തി നശിച്ചു പോകും. അതിനുശേഷം ചില്ല് നല്ല ക്ലിയറായിരിക്കും. ഇതുപോലെ ഗ്രില്ലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാൻ പെട്ടെന്ന് പറ്റും. അതൊക്കെ കത്തി കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്തു മാറ്റാനും വേറെ ഇടാനും നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രില്ലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തീ വെച്ചതിന് ശേഷം ഈ തീയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ഉള്ളവർക്ക് ഒരു 10-20 ചിരട്ടയൊക്കെ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഈ ചില്ലൊക്കെ ഇട്ട് കൊടുക്കുക. അത് റബ്ബർ മൊത്തം കത്തി തീർന്നതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാകുന്ന സമയത്ത് ഈ റബ്ബറൊക്കെ കത്തി തീർന്നതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാൻ പെട്ടെന്ന് പറ്റും. തീയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ മൊത്തം കത്തിക്കഴിഞ്ഞു. കത്തിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ഗ്രില്ലാണ് വെച്ചതെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തു മാറ്റാൻ പറ്റും. എടുത്ത് ഇവിടെ പുറത്ത് കൊണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. തീയിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി പറക്കിയെടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തീ കത്തിത്തീരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ റബ്ബറൊക്കെ പോയി ചെറുതായി കരി പിടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ കളയാൻ വേണ്ടി ഇത് ഡീസലാണ്. ഈ ഡീസൽ ഒഴിച്ച് നമ്മൾ ഈ ചില്ലിനൊക്കെ നല്ല ക്ലിയർ ആക്കി എടുക്കുകയാണ്. കരിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ്. ഡീസൽ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഓരോ ചില്ലും ഇങ്ങനെ എടുത്ത് ഇതിനെ ഒരു തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയറായി കിട്ടുന്നതാണ്. ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ റബ്ബറൊക്കെ പോയി നല്ല ക്ലിയറായി കഴിഞ്ഞു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. കാരണം കളയേണ്ട ആവശ്യമില്ല. പുതിയത് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യവുമില്ല. ഒരുപാട് റബ്ബറൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും.